ശരിക്കും എമർജൻസി ഫണ്ടിന്റെ ആവശ്യമുണ്ടോ? എന്താണ് ഇതിന്റെ പ്രാധാന്യം? അത് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും സമ്പാദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് എൻ്റെ മകൻ വലുതാകുമ്പോൾ അവന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര രൂപ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ഇട്ടിട്ടുണ്ട്, ബാങ്കിൽ ഫിക്സഡ് ഇട്ടിട്ടുണ്ട്. മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചിട്ടുണ്ട്, വീട് പണിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട്. നമ്മൾ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫിൽ ഓരോ സ്റ്റേജിലും ഓരോ പ്രായത്തിലും നമുക്ക് ഓരോരോ ഫിനാൻഷ്യൽ നീഡ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുന്നത്? ലൈഫിലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ ലൈഫിൽ വരും. അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ ജോലി നഷ്ടപ്പെട്ടു. അടുത്ത ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ 3 മാസം 6 മാസം ചിലപ്പോൾ അതിനേക്കാളും നീണ്ടു പോകും. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തില് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ എക്സ്പെൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്കൊരു മെഡിക്കൽ കേസ് വന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടായോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നു, അപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് നമുക്ക് ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, പക്ഷെ അതിനൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്കൊരു ഫാമിലി ആവശ്യത്തിന് വേണ്ടി ഒരു വളരെ ദൂരത്തേക്കൊന്ന് ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കാറ്റും മഴയൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ, നമ്മുടെ കാലാവസ്ഥ മാറിയല്ലോ. അപ്പോൾ ആ ഒരു കാറ്റ് വന്ന സമയത്ത് അടുത്ത വീട്ടിൽ നിന്ന ഒരു മരം അവരുടെ വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണു. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരു ഹോം റിനോവേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആവശ്യങ്ങൾ, എമർജൻസീസ് നമ്മളുടെ ലൈഫിൽ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് പൈസ ആവശ്യമായിട്ട് വരും. ആ പൈസ നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും, ചിലപ്പോൾ വിവാഹമായിരിക്കും, ചിലപ്പോൾ വീട് വെക്കാനുള്ളതായിരിക്കും. അപ്പൊ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫണ്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ നമുക്ക് ആ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റേ ആവശ്യം നമുക്ക് നടക്കാതെ വരും. അല്ലെങ്കിൽ ഈ ഒരു പൈസ നമ്മളുടെ കൈവശം ഇല്ലെങ്കിൽ നമ്മൾ ആരുടെയും അടുത്തെങ്കിൽ കടം വാങ്ങിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ എന്താണ്? പിന്നീട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ മുഴുവനും കടം വീട്ടാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ.